ഏജ് കൂടുന്നതനുസരിച്ചാണ് ഏതൊരു ക്യാൻസറിൻ്റെയും റിസ്ക് കൂടുന്നത്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിലും അതുപോലെ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും വരാം. പക്ഷേ സ്ത്രീകളിലാണ് വരാൻ ചാൻസ് കൂടുതൽ. ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഒരു ഹയർ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിൽ ഉള്ള സ്ത്രീകളിലാണ് കുറച്ചുകൂടെ കാണാറ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജറി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, അതായത് മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. ഒക്ടോബർ എന്ന മാസമാണ് ഇപ്പോൾ. അപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് നിംസ് ഹോസ്പിറ്റൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അഞ്ജു എസ് ചന്ദ്രബോസ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്താണ്. അപ്പോൾ ഈ ഒരു മന്തിൽ ഒത്തിരി സ്ത്രീകൾക്ക് അറിയാൻ താല്പര്യം, സ്ത്രീകൾക്ക് മാത്രമല്ല ഒരു ഫാമിലിക്ക് തന്നെ അറിയാൻ താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച്. അറിയാൻ പറ്റില്ല ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് എങ്ങനെയാണെന്നും, അത് വേദനാരഹിതമായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്നത്? സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ബ്രസ്റ്റിൽ വരുന്ന മുഴ, സ്കിന്നിൽ വരുന്ന ചേഞ്ചസ്, രണ്ട് ബ്രസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ വലുപ്പത്തിൽ വരുന്ന വ്യത്യാസം, നിപ്പിൾസിൽ നിന്ന് ഡിസ്ചാർജ് വരിക, നിപ്പിൾസ് അകത്തേക്ക് വലിയുക, ഇത്തരം കാര്യങ്ങളും കൂടാതെ കക്ഷത്തിൽ എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം ഡോക്ടറെ സമീപിക്കുക. അതിൻ്റേതായ കുറച്ച് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഉണ്ട്. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എന്ത് തരത്തിലുള്ള മുഴയാണ്. ഇനി ബ്രസ്റ്റിൽ തന്നെ 2 ടൈപ്പ് മുഴകളുണ്ട്. ഒന്ന് പ്രശ്നമുള്ള ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളും അതുകൂടാതെയുള്ള ബിനൈൻ ആയിട്ടുള്ള കണ്ടീഷൻസും. ബിനൈൻ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഫൈബ്രോ അഡിനോമ, ഫൈബ്രോസിസ്റ്റിക് ഡിസീസ്, ഫൈബ്രോ അഡിനോസിസ് എന്നൊക്കെ പറയുന്നത് ബിനൈൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം എന്തെങ്കിലും മുഴകൾ കണ്ടാൽ ഇതിൽ കുറച്ച് സ്കോറിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫോളോ അപ്പ് സ്കാൻസ് മതിയാവും. അതേസമയം സ്കോറിങ്ങിൽ തന്നെ 4 അതിലധികമോ, ബൈറാറ്റ് സ്കോറിംഗ് എന്ന് പറയുന്നതിൽ 4 അതിലധികമോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില പരിശോധനകൾ കൂടി ചെയ്യേണ്ടി വരും. അതായത് FNAC, ബയോപ്സി പോലുള്ള ടെസ്റ്റുകളും വേണ്ടി വരും. ഇതിനായി കൃത്യമായി റെഗുലർ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ നമ്മൾ സ്വയം സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാം, തന്നെ നോക്കണം അല്ലേ? അതായത് ഈ ഒരു മുഴ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ ടേമിൽ പറയുമ്പോൾ സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഈ മുഴ എന്ന് പറയുമ്പോൾ അത്രയും നല്ല കല്ലിച്ചിട്ടുള്ള മുഴയായിരിക്കും. ഈ ഞാൻ പറഞ്ഞ ബിനൈൻ ആയിട്ടുള്ള കണ്ടീഷൻ ഫൈബ്രോ അഡിനോമ പോലെയുള്ള മുഴകളാണെങ്കിൽ അത് സോഫ്റ്റ് ആയിട്ടായിരിക്കും. പിന്നെ അത് തെന്നി മാറാനും ചാൻസ് ഉണ്ട്. ഈ മുഴ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ബ്രസ്റ്റിനകത്ത് തന്നെ അത് തെന്നി മാറാനും ചാൻസ് ഉണ്ട്. അതേസമയം ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾ കുറച്ചുകൂടെ കല്ലിപ്പ് കൂടിയതും കട്ടിയുമായിരിക്കും. അത് മൂവ് ചെയ്യാൻ ചാൻസ് ഇല്ല. ചില കേസുകളിൽ അത് സ്കിന്നുമായിട്ട് ഒരു ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ മുകളിലുള്ള സ്കിൻ പിഞ്ച് ചെയ്യാൻ വരെ പാടായിരിക്കും. സെപ്പറേറ്റ് ആയിട്ട് അത് മാറത്തില്ല. അപ്പം അത്തരം കണ്ടീഷനിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല കല്ലിച്ച മുഴകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ സമീപിക്കുക. ഡോക്ടർ, ഈ ഫസ്റ്റ് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് മുഴ തന്നെയായിരിക്കും? മുഴയായിരിക്കാം കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഈ കുളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെയാണ് ആക്സിഡന്റൽ ഡിറ്റക്ഷൻ ആയിട്ടാണ് മിക്ക സ്ത്രീകളും പ്രസന്റ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്തുന്നവരുണ്ട്. എല്ലാ മാസവും ഒരു ദിവസം നമ്മൾ കൃത്യമായി ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം. അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മിററിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഓപ്പോസിറ്റ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക. ആ ഫസ്റ്റ് തന്നെ നമ്മൾ 2 ബ്രസ്റ്റിന്റെയും സൈസ് കമ്പയർ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ബ്രസ്റ്റ് സൈസ് വലിപ്പം കുറവായിട്ടോ അകത്തേക്ക് വലിയുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്യണം. പിന്നെ ഓപ്പോസിറ്റ് കൈ വെച്ചിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക. അതുകൂടാതെ തന്നെ ഈ കക്ഷം ആംപിറ്റ്സും കൂടെ എക്സാമിൻ ചെയ്യുക. അതിലെന്തെങ്കിലും മുഴ പോലെ തടഞ്ഞാൽ നമ്മൾ അതായിരിക്കും യൂഷ്വലി പേഷ്യൻറ്റ് പ്രസന്റ് ചെയ്യുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതും ഉള്ളിൽ മുഴ ഉണ്ടായിട്ട് പുറമെ സ്കിന്നിൽ ചേഞ്ചസ് വന്നിട്ട് അത് കുറച്ച് അകത്തേക്ക് വലിഞ്ഞിരിക്കുന്നതായിട്ടോ, പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് എന്നൊക്കെ പറയും. ഓറഞ്ചിന്റെ തൊലി പോലെയുള്ള ആ ഒരു പുറത്തുള്ള അപ്പിയറൻസ് ഇല്ലേ, അതുപോലെയൊക്കെ വരാറുണ്ട് സ്കിൻ ചേഞ്ചസ് വന്നതിന് ശേഷം. അപ്പം അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയി എന്നാണ് എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ചധികം സമയമായിട്ടുണ്ടാകും മുഴയായിട്ട്. അപ്പൊ സ്കിൻ ചേഞ്ചസ് ആയിരിക്കാം ചിലർ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഉള്ളത് നിപ്പിൾസിൽ വരുന്ന ചേഞ്ചസ്. നിപ്പിൾസിൽ നിന്ന് ഡിസ്ചാർജ് വന്നാൽ ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ ബ്ലഡി ഡിസ്ചാർജ് ആയിരിക്കും, രക്തമയമുള്ള ഡിസ്ചാർജ് ആയിരിക്കാൻ വരുന്നത്. ചില കേസിൽ നിപ്പിൾസ് അകത്തേക്ക് വലിയും. അപ്പം കമ്പയർഡ് ടു ഓപ്പോസിറ്റ് ബ്രസ്റ്റ് ഒരു നിപ്പിൾ അകത്തേക്ക് വലിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അത് മിററിന്റെ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് എക്സാമിൻ ചെയ്താൽ മാത്രമാണ് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കിടന്നും നമുക്കിത് എക്സാമിൻ ചെയ്യാം, കിടന്നിട്ട്. അപ്പം അങ്ങനെ റെഗുലർ ആയിട്ടുള്ളൊരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ശീലിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ സ്ക്രീനിങ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ സ്ക്രീനിങ്ങിന് പോവുക. അല്ലെങ്കിൽ മിക്ക ഹോസ്പിറ്റലിലും ഇപ്പോൾ സ്ക്രീനിങ് ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക.
അപ്പൊ അങ്ങനെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പൊ കളർ ചേഞ്ച് ഒക്കെ വരുന്നതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി കാണുമെന്നല്ലേ. ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് മുഴയിലൂടെ തന്നെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ആദ്യം ബ്രസ്റ്റിൽ മുഴ വരുന്നു, പിന്നീട് അവിടുന്ന് ഏറ്റവും ആദ്യം പോകുന്നത് അതിൻ്റെ അടുത്തുള്ള കഴലുകളിലേക്കായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ കക്ഷത്തിൽ വരുന്ന മുഴ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഡ്രെയിനേജ് ഏരിയ എന്ന് പറയുന്നത് കക്ഷത്തിലുള്ള കഴലുകളിലേക്കാണ്, അതായത് ലിംഫ് നോഡ്സ് എന്ന് പറയും. ഫസ്റ്റ് ബ്രസ്റ്റിൽ ഒരു മുഴ വന്നു, പിന്നീട് അത് ലിംഫ് നോഡ്സിലേക്കായിരിക്കും സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ മറ്റുള്ള അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ഈ മറ്റുള്ള അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ് സ്റ്റേജ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്രസ്റ്റിൽ മാത്രമുള്ള മുഴ, അങ്ങനെയാണ് നമ്മൾ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു വരുമ്പോൾ ബ്രസ്റ്റിൽ മാത്രമേ മുഴയുള്ളൂ, ഇതേപോലെ ലിംഫ് നോഡ്സിലേക്കൊന്നും എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ഏർലി സ്റ്റേജിലുള്ള ഡിറ്റക്ഷനാണ്. അതാണ് ഏറ്റവും നല്ലത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം. ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. കുറച്ച് സ്പ്രെഡ് ആയാൽ തന്നെ നമ്മുടെ സർവൈവലിനെ അത് ബാധിക്കും. ഇത് സ്ത്രീകളിൽ മാത്രമായിരിക്കുമോ വരാറുള്ളത്? ഒരു ജെൻസില് അങ്ങനെ അല്ല, രണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും വരാം. പക്ഷേ സ്ത്രീകളിലാണ് വരാൻ ചാൻസ് കൂടുതൽ. ജെൻഡർ എന്ന് പറയുന്ന ഒരു റിസ്ക് ഫാക്ടർ എടുക്കുമ്പോൾ ഫീമെയിൽ ജെൻഡറിനാണ് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ കാണപ്പെടുന്നത്. ഡോക്ടർ, ഏത് ഏജിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത്? ഇപ്പൊ ടീനേജുകാർക്ക് അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ടോ? ഏജ് കൂടുന്ന അനുസരിച്ചാണ് ഏതൊരു ക്യാൻസറിന്റെയും റിസ്ക് കൂടുന്നത്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിലും അതുപോലെ തന്നെ ഒരു 40 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളെക്കാളും കൂടുതൽ ചാൻസ് വരാനുള്ള റിസ്ക് കൂടുതൽ 60 വയസ്സിന് മുകളിലേക്കുള്ളവർക്കായിരിക്കും. അപ്പൊ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് ക്യാൻസർ വരാനുള്ള റിസ്ക്കും കൂടും. അല്ലാതെ ചെറുപ്പത്തിൽ അങ്ങനെ അധികം അങ്ങനെ ചെറുപ്പത്തിൽ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അതായത് ഫാമിലിയിൽ ജനറ്റിക് ഒരു കണ്ടീഷൻ കാരണം ഫാമിലിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫാമിലിയൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് 10% ആൾക്കാരിൽ ഫാമിലിയൽ ബ്രസ്റ്റ് ക്യാൻസർ കാണാറുണ്ട്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഓവേറിയൻ ക്യാൻസർ ഡയഗ്നോസ് ചെയ്താലോ, അല്ലെങ്കിൽ ഒരാൾക്ക് 50 വയസ്സിൽ താഴെ ഡയഗ്നോസ് ചെയ്താലോ, ആരെങ്കിലും ഒരാൾക്ക് 50 വയസ്സിൽ താഴെ, അതായത് യങ് ഏജിൽ തന്നെ ഡയഗ്നോസ് ചെയ്താലോ, അല്ലെങ്കിൽ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അത് കുറച്ച് അഗ്രസീവ് ടൈപ്പാണ്. അപ്പോൾ അതുപോലെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്താലോ ഒക്കെ നമ്മൾ ശരിക്കും ഫാമിലിയിലുള്ള ബാക്കിയുള്ളവർ അതിൻ്റെ റിസ്ക് അസസ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് ജനറ്റിക് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ജനറ്റിക് ടെസ്റ്റിംഗ് വഴി നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ ഫാമിലിയിൽ റൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് BRCA1 BRCA2 എന്നീ 2 ജീൻ ടെസ്റ്റിംഗ് ആണ്. അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ റിസ്ക് ഉള്ളവർ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ജനറ്റിക് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ ഈ ഏത് സ്റ്റേജിലാണ്, അതായത് നമുക്ക് എപ്പോഴൊക്കെ ചെയ്യാൻ സാധിക്കും? ഈ ഒരു മന്തിൽ മാത്രമായിരിക്കുമോ ചെയ്യാൻ പറ്റുന്നത്? അല്ല, നമുക്ക് എപ്പോൾ വേണേലും ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഫാമിലിയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആൾക്കാരിൽ ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള ഇപ്പം നെക്സ്റ്റ് ജനറേഷനിലുള്ള ആൾക്കാർക്കായിരിക്കും അതിൻ്റെ റിസ്ക് അസസ്മെൻറ്റ്. അപ്പം ആ ഒരു ജനറേഷനിൽ ഇപ്പം ഇപ്പോൾ ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്തു, അപ്പോൾ അവരുടെ സിബ്ലിങ്സ്, അപ്പം ആ സിബ്ലിങ്സിന് വരാനുള്ള റിസ്ക്, അപ്പം ആ സിബ്ലിങ്സ് പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ, അതായത് ഇപ്പോൾ ഒരു പോസിറ്റീവ് ക്യാൻസർ പോസിറ്റീവായിട്ട് വന്ന ഒരാളുടെ നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ മക്കളിൽ വരാനുള്ള റിസ്ക്കും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ജനറ്റിസിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ വരാം, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മോഡിഫയബിൾ ഉണ്ട്, നോൺ മോഡിഫയബിൾ ഉണ്ട്. ഇപ്പം നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെൻഡർ, ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളാണ് വരാനുള്ള ചാൻസ്. പിന്നെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നത്, അതൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെയാണ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും നമുക്ക് ഒന്നും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മളത് നേരത്തെ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നോൺ മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഇപ്പം ഏതൊരു ക്യാൻസറിന്റെ റിസ്ക് ഉള്ളതുപോലെ തന്നെ ആൽക്കഹോൾ, ഒബീസിറ്റി, സ്മോക്കിംഗ്, ഇതിനെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന് റിസ്ക് ഫാക്ടറാണ് ഈ ആൽക്കഹോൾ, ഒബീസിറ്റി, സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഉള്ളതാണ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതായത് പോസ്റ്റ് മെനോപോസൽ ആയിട്ടുള്ള, മാസമുറ നിന്ന് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ചിലപ്പോൾ ആ ഹോർമോണിന്റെ ഇംബാലൻസ് വന്നിട്ട് കുറച്ച് സിംറ്റംസ് ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് കൊടുക്കാറുണ്ട്. അതായത് ഈസ്ട്രജൻ സപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് ചില സ്ത്രീകൾ. അങ്ങനെ ഈസ്ട്രജൻ സപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് റിസ്ക് കൂടും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ളതിന്. പണ്ടാണെങ്കിൽ ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലിൽ ഈസ്ട്രജൻ പ്ലസ് പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ അങ്ങനെ ഈസ്ട്രജൻ അങ്ങനെ സപ്ലിമെന്റ് ചെയ്താലും റിസ്ക് കൂടും. ഇപ്പോൾ പ്രൊജസ്ട്രോൺ ഉള്ള പിൽസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. അപ്പോൾ ഒരു 12 months ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ ഒരു 4% സംതിങ് നമുക്ക് റിസ്ക് കുറയ്ക്കും.
അപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത സ്ത്രീകളിൽ കുറച്ചുകൂടെ റിസ്ക് കൂടുതലാണ്. അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെയാണ്. പക്ഷെ നമുക്ക് ഒരു 40+ ആയി കഴിഞ്ഞാൽ പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കില്ലല്ലോ. അപ്പോഴെന്തായിരിക്കും ചെയ്യാൻ സാധിക്കും? ഏർലി ഡിറ്റക്ഷൻ മാത്രമേ പിന്നെ നമുക്ക് പിന്നെ ഉള്ളത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. നമുക്ക് എക്സസൈസ്, ഹെൽത്തി ഡയറ്റ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കാറുണ്ട്. പിന്നെ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബ്രസ്റ്റ് എക്സാമിനേഷൻ കാര്യങ്ങളും ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുക, എന്ത് ടൈപ്പ് ഒരു തടിപ്പ് കണ്ടാലും അത് ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഫുഡിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഒരു ഹയർ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിൽ ഉള്ള സ്ത്രീകളിലാണ് കുറച്ചുകൂടെ കാണാറ്. അത് ഈ ലൈഫ് സ്റ്റൈലിന്റെ ഒക്കെ പകവനുണ്ട്. ഒബീസിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ വരാം. പിന്നെ ഉള്ളത് ഈ നമ്മുടെ ഒരു മെൻസ്ട്രുവൽ സൈക്കിൾസ്, നമ്പർ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾസ് അത് കൂടുതലാണെങ്കിൽ സ്ത്രീകളിൽ മെൻസ്ട്രുവൽ സൈക്കിൾസ് നമ്പർ കൂടുതലാണെങ്കിൽ അത് ഒരു ആഡഡ് റിസ്ക് ഫാക്ടറാണ്. അതായത് നമ്പർ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മാസമുറ വരുന്നത് ഒരു ഏജിലായിരിക്കും. ചിലർക്ക് നേരത്തെ അറ്റൈൻ ചെയ്യും, 13 വയസ്സിന് മുകളിൽ തന്നെ താഴെ തന്നെ അറ്റൈൻ ചെയ്യുന്നവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെനോപോസ് ലേറ്റ് ആവുന്നവരുണ്ട്, 50-55 വയസ്സ് വരെ പോകുന്നവരുണ്ട്. ചിലർക്ക് 45 ഇയേഴ്സിൽ സ്റ്റോപ്പ് ആവുന്നുണ്ട്, ചിലർക്ക് 55 ഇയേഴ്സ് വരെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പം 45 ഇയേഴ്സിൽ സ്റ്റോപ്പ് ആവുന്നവർക്ക് കുറച്ചുകൂടി റിസ്ക് കുറവായിരിക്കും. 55 ഇയേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾസ് ഇപ്പോൾ അയാൾ അത്രയും 10 വർഷം എക്സ്ട്രാ കിട്ടുമല്ലേ, അപ്പം അവർക്ക് കുറച്ചുകൂടെ റിസ്ക് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഈസ്ട്രജൻ എക്സ്പോഷറിനെ അത് കാണിക്കുന്നത്. ഈസ്ട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോൺ ആണ്. അപ്പൊ അത് ആക്ച്വലി ഈ സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകാനായിട്ട് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പം മാക്സിമം അത് കുറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. എന്തൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരു രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ബ്രസ്റ്റ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, അതായത് മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. അപ്പം അതിൽ സർജറി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുന്ന ക്യാൻസർ ആണെങ്കിൽ, അതായത് ബ്രസ്റ്റിൽ മുഴയുണ്ട് പ്ലസ് കക്ഷത്തിൽ മുഴയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്റ്റേജുകളിൽ ചില കേസുകളിൽ ബ്രസ്റ്റിലെ മുഴയുടെ സൈസ് 5 സെന്റിമീറ്റർ താഴെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സർജറിക്ക് പോകാൻ പറ്റും. അപ്പോൾ സർജറി ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള സർജറി ഉണ്ട്. മുഴ മാത്രം നീക്കം ചെയ്യുന്ന സർജറി ഉണ്ട്, ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന സർജറി ഉണ്ട്. ഈ 2 കേസിൽ നമ്മൾ ഈ കക്ഷത്തിലുള്ള കഴലകളും അതിൻ്റെ കൂടെ തന്നെ റിമൂവ് ചെയ്യാറുണ്ട്. ഇനിയിപ്പം ചില കേസുകളിൽ ഈ സ്റ്റേജ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതിലൊരു 3rd സ്റ്റേജിലൊക്കെ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ സർജറിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ ആദ്യം കീമോ കൊടുക്കേണ്ടി വരും. ഈ കേസിൽ കീമോ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുഴ ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. മുഴ ചുരുങ്ങിയതിന് ശേഷം ഇതേപോലെയുള്ള സർജറി ചെയ്യാം. പിന്നെ സ്റ്റേജ് 4 പേഷ്യൻറ്റിന് വരുമ്പോഴാണ് നമുക്ക് സർജറിയും റേഡിയേഷനും ഒന്നും ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല, ഒരു ട്രീറ്റ്മെൻ്റ് ആണ്, പക്ഷേ ഒരു പാലിയേറ്റീവ് സെറ്റപ്പിലാണ് നമുക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് പോകുക. മെയിനായിട്ടും കീമോതെറാപ്പി തന്നെ ആയിരിക്കും സ്റ്റേജ് 4 പേഷ്യൻറ്റിന്. റേഡിയേഷൻ ആണെങ്കിലും ഇതേപോലെ സർജറിയുടെ പോലത്തെ തന്നെ എഫക്റ്റ്. അതായത് സർജറി എന്ന് പറയുന്നത് ആ മുഴ നീക്കം ചെയ്യാനായിട്ട് ആ ഒരു ഭാഗത്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. നീക്കം ചെയ്യുമ്പോൾ മൊത്തം ബ്രസ്റ്റ് ആയിട്ട് 2 രീതിയിലുണ്ട്. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ഉണ്ട്, അതേപോലെ അതായത് മുഴ മാത്രം നീക്കം ചെയ്ത് നമുക്ക് ബ്രസ്റ്റ് കൺസർവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് എന്ന് പറയുന്നതാണ് MRM, മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്ടമി, അതായത് കംപ്ലീറ്റ് ആയിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ, അതായത് മുഴ മാത്രം നീക്കം ചെയ്യുമ്പോൾ എന്തായാലും ആ പേഷ്യന്റ് പിന്നീട് റേഡിയേഷൻ എടുക്കണം സർജറിക്ക് ശേഷം. കാരണം ബ്രസ്റ്റ് അവിടെ ബാക്കി ഇരിക്കുന്നത് കൊണ്ട് തിരിച്ചു വരാനുള്ള റിസ്ക് ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ റേഡിയേഷൻ എന്തായാലും ഇൻഡിക്കേറ്റഡ് ആണ്. ഇനി ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന പേഷ്യന്റിന് കഴലയിലും ഇല്ല, അതേപോലെ തന്നെ ഇതേപോലെ 5 സെന്റിമീറ്റർ താഴെയുള്ള ട്യൂമറാണ്, പ്ലസ് കഴല എടുത്തതിലും ഇതേപോലെ ക്യാൻസർ സെൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ റേഡിയേഷൻ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ എല്ലാ പേഷ്യൻസിനും കീമോ ആവശ്യമായിട്ട് വരാറുണ്ട് സർജറിക്ക് ശേഷം. ഈ കീമോ തന്നെ മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ കീമോതെറാപ്പി ഉണ്ട്, ഹോർമോൺ തെറാപ്പി വരും, ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. അപ്പോൾ അതിൽ കീമോ ആണ് മിക്ക പേഷ്യൻസിനും നമ്മൾ പോസ്റ്റ് സർജറി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 3 ടെസ്റ്റിംഗ് ചെയ്യാറുണ്ട് ഈ ബയോപ്സിയുടെ സമയത്ത് തന്നെ. ER-PR സ്റ്റേറ്റസ്, അത് ഈസ്ട്രജൻ റിസപ്റ്റർ, പ്രൊജസ്ട്രോൺ റിസപ്റ്റർ എന്ന് പറയുന്നതിൻ്റെ ഒരു സ്റ്റേറ്റസും HER2 എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൽ ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവായിട്ട് വന്നാൽ ഈ സർജറി കഴിഞ്ഞ് ഇതേപോലെ കീമോ എടുത്ത് റേഡിയേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 5 വർഷത്തേക്ക് ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ HER2 എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ ഈ കീമോയ്ക്കും ഇതിനെല്ലാം ശേഷം ട്രാസ്റ്റസുമാബ് എന്ന് പറയുന്ന അങ്ങനത്തെ HER2 ടാർഗറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് 1 ഇയർ വരെ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോവുക.
ഇപ്പൊ ബ്രസ്റ്റ് ഇപ്പൊ എടുത്ത് കളഞ്ഞിരുന്നാലും വീണ്ടും വേറെ ഭാഗത്തോട്ട് ഈ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്? സ്റ്റേജ് അനുസരിച്ചാണ്. ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും തിരിച്ചു വരാനുള്ള റിസ്ക് കുറവാണ് കമ്പയർഡ് ടു തേർഡ് സ്റ്റേജിൽ ഇതിലും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ തിരിച്ചു വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കീമോ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അതായത് ഇപ്പം സർജറി ആണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും ബ്രസ്റ്റ് ഇരുന്ന ഭാഗത്ത് മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത്. സർജറി എന്ന് പറയുന്നത് മുഴ മാറ്റാനും ഇതേപോലെ കഴല ഉണ്ടെങ്കിൽ മാറ്റാനും, റേഡിയേഷൻ എന്ന് പറയുന്നത് അവിടെ ബ്രസ്റ്റിൽ തിരിച്ചു വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിന് രണ്ടിനും ബാക്കിയുള്ള ഒരു സൈറ്റിലേക്ക് പോകുന്നത് തടയാൻ പറ്റില്ല. അതിന് നമ്മൾ കീമോ തന്നെ ചെല്ലണം. കീമോ ബ്ലഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു സൈറ്റിൽ ഒരു സെല്ലെങ്കിലും പോയി വേറൊരു സൈറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ നശിപ്പിക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ തിരിച്ചു വരാതിരിക്കാനുള്ള റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് കീമോ നമ്മൾ അഡ്വൈസ്. കീമോ എത്ര നാൾ ചെയ്യണം? ലൈഫ് ലോങ് ചെയ്യേണ്ടി വരും? ഇല്ല, അതിനൊരു സൈക്കിൾസ് ഉണ്ട്. ഇത്ര സൈക്കിൾസ് ആണ് യൂഷ്വലി 8 സൈക്കിൾസ് ആണ് യൂഷ്വലി വരാറ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ കുറച്ച് ഷെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. കീമോ യൂഷ്വലി 3 ആഴ്ചയിൽ ഒരിക്കലാണ് എടുക്കുന്നത്. ഇന്നിപ്പോൾ കീമോ എടുത്താൽ 3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സൈക്കിൾ വരിക. പക്ഷേ ഈ ട്രിപ്പിൾ നെഗറ്റീവ് പോലുള്ള ബ്രസ്റ്റ് ക്യാൻസറിൽ 2 ആഴ്ച കൂടുമ്പോൾ തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ചില കേസുകളിൽ പേഷ്യൻ്റ് ടോളറേറ്റ് ചെയ്യില്ല, കീമോ ടോളറേറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ആഴ്ചയിൽ ചെറിയ ഡോസിലും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ വ്യത്യാസം വരും ഓരോ പേഷ്യൻറ്റും. പിന്നെ ഇതേപോലെ ഈ ഹിസ്റ്റോളജി അനുസരിച്ച് യൂഷ്വലി 8 കീമോ ആണ് ബ്രസ്റ്റ് ക്യാൻസറിന് വരുന്നത്. ചില ക്യാൻസറിൽ 6 സൈക്കിളൊക്കെയാണ്. അപ്പം ഇതെല്ലാം പേഷ്യൻ്റെ വെയിറ്റും ഹൈറ്റും അയാളുടെ അപ്പോഴുള്ള ജനറൽ കണ്ടീഷനും ബാക്കിയുള്ള കോമോർബിഡിറ്റീസും, അതായത് ഷുഗർ, പ്രഷർ, ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കീമോ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടേ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ. എല്ലാവർക്കും ഒരേപോലെ അല്ല ട്രീറ്റ്മെന്റ്. ഓരോരുത്തർക്കും ഡോസ് വ്യത്യാസമായിരിക്കും. പോകെ നമ്മൾ ഡോസ് അഡ്ജസ്റ്റ്മെന്റ് നടത്താറുണ്ട് ടോളറേറ്റ് ചെയ്യുന്നതനുസരിച്ച്. കീമോ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ഹൈറ്റ്, വെയിറ്റ്, അതേപോലെ ജനറൽ കണ്ടീഷൻ, ഇതേപോലെ അതർ കോമോബിഡിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അസസ് ചെയ്തിട്ടാണ്. അപ്പം കോമോബിഡിറ്റീസ് അസസ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം കിഡ്നി ഡിസീസ്, അതേപോലെ ഹാർട്ട് ഡിസീസ്, അങ്ങനെ ലിവർ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് ഡോസ് അഡ്ജസ്റ്റ്മെന്റിലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഡോസ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ശ്രദ്ധിച്ചേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ആ ഡോസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തർക്കും അപ്പോൾ അതുപോലെ വ്യത്യാസം വരും. ഒരാൾക്ക് കൊടുക്കുന്ന കീമോ ഡോസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഷെഡ്യൂൾ ആയിരിക്കില്ല മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ യങ് ഏജ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഫുൾ ഡോസിൽ തന്നെ കൊടുക്കാറുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ്മെന്റ് നടത്തും. ആസ് ആൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ്, അത് മനസ്സിലാക്കിയിരിക്കണം, എത്രയും പെട്ടെന്ന് ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ ആണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ റെഗുലറായിട്ട് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിങ് ക്യാമ്പ്സ് അറ്റൻഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് രോഗം തിരിച്ചറിയുക, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ മന്തായിരുന്നു. അതിന് എല്ലാ കാര്യങ്ങളും വളരെ വിശദീകരിച്ച് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നു ഡോക്ടർ അഞ്ജു ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.